എല്ലാവർക്കും വീണ്ടും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് തുടങ്ങിയപ്പം ഒരു 7 മണിയായിട്ടോ. അപ്പോൾ മക്കൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഒരു 10 മണിയാവും എഴുന്നേക്കാനായിട്ട്, സ്കൂളൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വീടൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി ഇടുകയാണ്. അപ്പോൾ ചോറിനുള്ള വെള്ളമെല്ലാം വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഉച്ചക്കത്തേക്കുള്ള കറികൾ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് കറികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ ഒരു 5 മണിക്കാണ് എഴുന്നേറ്റത്. 5 മണിക്ക് എഴുന്നേറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ദോശയും ചമ്മന്തിയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ചേട്ടായി നേരത്തെ തോട്ടത്തിലോട്ട് പോകും കേട്ടോ. ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് നേരത്തെ പണിക്കാർ വരും, നേരത്തെ പണി നിർത്തും. അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം ഒരു 6:30 ആയപ്പോൾ കഴിച്ചിട്ട് ചേട്ടായി പോയി. അതിനുശേഷം ഞാനും ഫുഡ് കഴിച്ചു. പിന്നെ മക്കളൊരു 10:30 ആവുമല്ലോ എഴുന്നേക്കാൻ. അപ്പോഴത്തേക്കും ഇനി അവർക്ക് ദോശയും ഉണ്ടാക്കി കൊടുക്കണം. ചമ്മന്തി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഫ്രണ്ടിലെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തൂത്തുവാരി തുടച്ചിടുകയാണ്. ഒപ്പം മിറ്റവും കൂടി തൂക്കുന്നുണ്ട്. കാരണം ഇപ്പം ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ ഇലക്ഷൻ്റെ കാര്യം പറയാനും സ്ലിപ്പ് തരാനൊക്കെ ആയിട്ട് വരും. 2-3 പാർട്ടിക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ മാറി മാറി വരവുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഫ്രണ്ടിലെ മിറ്റമൊക്കെ രാവിലെ തന്നെ തൂത്ത് ഇടുകയാണ്. ഇല്ലെങ്കിൽ ഇത്ര നേരത്തെ ഒന്നും തൂക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു ചെറിയ മഴ പെയ്തായിരുന്നു കേട്ടോ. ഒരുപാട് നേരമൊന്നും പെയ്തില്ല, ഒരു 5 മിനിറ്റ് ചെറിയ മഴയായിട്ട് പെയ്തു. പക്ഷേ ഇന്നും മഴ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അത്യാവശ്യം രാവിലെ വെയിലുണ്ടെങ്കിലും നല്ലൊരു ഇടികുടുക്കമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്.
അങ്ങനെ വീടിൻ്റെ അകത്തെ ക്ലീനിങ്ങും പുറത്തെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് സമയമുള്ളത് കൊണ്ട് ഈ ഒരു ജനലൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് തലേദിവസം തുടച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം ചെയ്യലില്ല, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോന്നോരോന്നാട്ടോ ചെയ്യൽ. ബാക്കി വീടും കാര്യങ്ങളെല്ലാം ഡെയിലി അടിക്കലുണ്ട്. ഇങ്ങനെയുള്ള ക്ലീനിങ് ഒക്കെ ഓരോ ദിവസം അങ്ങനെയാണ് ചെയ്യൽ. അതാണ് എളുപ്പം കേട്ടോ. അപ്പം അടുത്തങ്ങ് പോകത്തില്ല. അപ്പോൾ ഇന്ന് ഇതിൻ്റെ പുറമൊക്കെ തുടച്ചിടുന്നുണ്ട്. അകത്തെ കമ്പികളും അകത്തുനിന്നുള്ള ചില്ലും ഇന്നലെ തുടച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ഒരു കുറച്ച് ഷാമ്പൂ ഒക്കെ മുക്കിയിട്ട് ഒരുപാട് പതയാക്കാതെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. പിന്നെ വെള്ളം ഉപയോഗിച്ച് കഴുകിയിടും കേട്ടോ. അപ്പോൾ നല്ല ക്ലിയറായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഈ ഒരു ക്ലീനിങ് കഴിഞ്ഞു. ഇനി വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക കേട്ടോ. അകത്തോട്ടൊന്നും വെള്ളം വീഴില്ല. ഞാനിത് കഴുകി കഴിയുമ്പം ഇതേപോലെ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുക കേട്ടോ ചെയ്യുന്നത്. ഇല്ലാണ്ട് തുടച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു മങ്ങൽ പോലെ ആയിരിക്കും. ഇതേപോലെ വെള്ളം കോരി ഒഴിച്ച് കഴുകിയെങ്കിൽ മാത്രമേ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതാ ഒരു 1-2 പാവയ്ക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അത് കവറിട്ടായിരുന്നു. പിന്നെ അതിലേക്ക് വലിയൊരു കവർ മാറ്റി ഇടുന്നുണ്ട് കേട്ടോ. അത് ആദ്യം ഇട്ട കവർ ചെറുതായിരുന്നു. അപ്പോൾ ഈ ഒരു കവറിന് ഹോളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പാവയ്ക്ക് ഇങ്ങനെ വേർത്ത് ആവിച്ചിരിക്കും. പിന്നെ അലക്കാനുള്ള തുണികൾ നേരത്തെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയത് വെയിലത്തോട്ട് ഇടുന്നുണ്ട്. കല്ലിൽ തന്നെ കേട്ടോ തുണി അലക്കിയത്. അപ്പോൾ വീഡിയോ കാണിക്കാതിരുന്ന് ഇവിടെ ഇന്ന് കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഒരു 8:30 കറണ്ട് പോയി. KSEBിയുടെ ടച്ച് ബട്ടണിൽ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ മെസ്സേജ് ഇന്നലെ വന്നായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, ഫോണിനകത്തെ ചാർജ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നിന്നും കംപ്ലീറ്റ് വീഡിയോ എടുക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ തുണികളെല്ലാം വിരിച്ചിടൽ കഴിഞ്ഞു. അപ്പോഴത്തേക്കും എന്താ 9:15 കേട്ടോ. മക്കൾ എഴുന്നേറ്റിട്ടില്ല. റൂമും എല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ കറിക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ മീൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അത് കറി വെക്കലൊക്കെയായിരുന്നു. കറിയെല്ലാം വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനത് കറി വെക്കുന്നത് വീഡിയോയിൽ എടുത്തിട്ടില്ല. കാരണം കറണ്ട് പോയതുകൊണ്ട് ഫ്ലാഷ് ഓണാക്കിയിട്ട് എടുക്കാനും കഴിയില്ല കേട്ടോ. ഞാൻ ഫ്ലാഷ് ഓണാക്കിയിട്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. കറണ്ട് പോയ അടുക്കളയിലോട്ട് നല്ലൊരു വെളിച്ചമൊന്നുമില്ല കേട്ടോ. ജനലിൻ്റെ സൈഡിലല്ല കേട്ടോ സ്റ്റൗ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചക്കത്തെ കറികൾ. മീൻ കറിയുണ്ട്. പിന്നെ മീൻ കുറച്ച് വറുത്തിരുന്നു. പിന്നെ പാവയ്ക്ക തീയൽ ഇന്നലെ വെച്ചതായിരുന്നു. പിന്നെ ചക്കക്കുരു തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു തേങ്ങയും പച്ചമുളകും ഇഞ്ചിയെല്ലാം അരിഞ്ഞിട്ടിട്ട് ആ ഒരു വെള്ള കളറിൽ വെക്കുന്ന തോരനുണ്ടല്ലോ, അതാണ് വെച്ചിരുന്നത്. പിന്നെ ഇതാ മീനിൻ്റെ കുറച്ച് പീസ് എടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു. തലയും കാര്യങ്ങളെല്ലാം എടുത്ത് വറുത്തതായിരുന്നു. പിന്നെ മീൻ കറി വെച്ചത് ഇതായിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തെ കറികൾ കേട്ടോ. അപ്പോൾ മക്കൾ വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കറി കൂടുതൽ വെക്കുന്നത്. ഇല്ലെങ്കിൽ 1-2 കറിയൊക്കെ മതി. അവർ ഇരിക്കുന്നതുകൊണ്ടാണ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് കൂടുതലായിട്ട് കറി വെക്കുന്നതാണ്. പിന്നെ ഇതാ നമ്മുടെ പ്ലാവിലെ ചക്ക വീണിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ചാടിയതാണ് കേട്ടോ. ഇത് പറിച്ച് വെച്ച് പഴുപ്പിച്ചതല്ല, പ്ലാവിൽ നിന്ന് പഴുത്ത് വീഴുന്നതായിരുന്നു കേട്ടോ. നല്ല വരിക്ക ചക്കയാണ്, നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. നട്ട് 3-ാം വർഷം കായ്ച്ചതാണ്. ഈ ഒരു കളറിലെ ചക്കയാണ്. നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരം കേട്ടോ. നമ്മൾ തിന്നാൽ മടുത്തു പോകുന്ന കൂട്ട് മധുരമുള്ളതാണ്. ഒരുപാടൊന്നും ആർക്കും തിന്നാൻ കഴിയില്ല. അപ്പം ഇതാ ചേട്ടയുടെ പെങ്ങളുടെ മക്കളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടി ചക്ക വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ചക്കയുടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ചക്ക വീണിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ചക്കയുടെ ഉണ്ടാക്കാനുള്ള ഇലയെല്ലാം ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം കുറച്ച് കഴിക്കുന്നുണ്ട്, ബാക്കിയും കൊണ്ട് നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാത്തിനും കൂടി തന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഞാൻ വല്ലയിടത്തും പോയി ഇരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ വെട്ടിക്കൊടുത്ത ചക്കയെല്ലാം ഇരിഞ്ഞ് അതെല്ലാം ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ചക്കപ്പഴം എടുത്തിട്ടുണ്ട് ചക്കയുടെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതിന് വേണ്ടുന്ന തേങ്ങയും ചിരണ്ടി തന്നു. പിന്നെ ഇല അവർ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ചക്കയുടെ ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. ഏലക്കയും ജീരകവും എല്ലാം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചക്ക വരട്ടിയതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബെല്ലം ഉപയോഗിച്ച് വരട്ടിയതാണല്ലോ. പിന്നെ കൂടുതലായിട്ടും ചേർക്കുന്നത് ഫ്രഷ് ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇല ഇതാ കൊണ്ടുവന്നേക്കുന്നത്. വഴനയിലേക്ക് വരാൻ കറുവാപ്പട്ടയുടെ ഇല കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. അവർക്ക് ഇല എടുക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് ഇല മാറിപ്പോയി കറുവാപ്പട്ടയുടെ ഇലയാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ചക്കയൊന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊന്ന് ക്രഷ് ചെയ്തതുപോലെ ആക്കിയിട്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചക്ക കാണാനായിട്ട് കിട്ടൂല. അരച്ച് ചേർത്താൽ അങ്ങനെ കാണത്തില്ലല്ലോ, കളറ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതാ വറുത്ത ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്ത ഏലക്കാപ്പൊടിയും ജീരകവും കൂടി മിക്സ് ചെയ്താണ് അത് ചേർത്ത് കൊടുത്തു. പിന്നെ റവ ചേർത്ത് കൊടുത്തു. ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വരട്ടിയ ചക്കയും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. പിന്നെ പൊടി കുറവായതുകൊണ്ട് കുറച്ചും കൂടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. അരിപ്പൊടിയും റവയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്രത്തോളം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തായിരുന്നു കേട്ടോ. അത് പറയാനായിട്ട് വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ എല്ലാവരും ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈ ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് ഉച്ചക്കത്തെ ചോറുണ്ടതിനെല്ലാം ശേഷമാണ് കേട്ടോ. അപ്പോഴത്തേക്കും കറണ്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരോടും ഞാൻ പറഞ്ഞു കാണിച്ചു കൊടുത്തുട്ടോ. ആദ്യം അത് നമ്മൾ ചുരുട്ടി അതിനകത്തോട്ട് വെക്കേണ്ട വിധം കുമ്പിൾ കുത്തേണ്ട രീതിയെല്ലാം കാണിച്ചു കൊടുത്തുട്ടോ. അപ്പോൾ അതേപോലെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ചെയ്യുകയാണ്. അതുകൊണ്ട് പണിയൊക്കെ എളുപ്പം
നടക്കുന്നുണ്ട് കേട്ടോ. ഇത് സോനയാണ് കേട്ടോ, സ്നേഹമോളുടെ ചേച്ചിയാണ് സോന +2ലേക്കാണ് കേട്ടോ. ഇനി ചേട്ടയുടെ പെങ്ങന്മാരിൽ മൂന്നാമത്തെ പെങ്ങളുടെ മക്കളാണ് രണ്ടുപേരും. സ്നേഹയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കയുടെ ഉണ്ടാക്കാൻ വെച്ചതിൽ അത്രയും മാവ് ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ ചേട്ടൻ തോട്ടത്തിൽ പോകുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു വിടാമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് കഴിക്കാനുള്ളതും പിന്നെ കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ കഴിക്കുമ്പോൾ എല്ലാവരും 1-2 കഴിക്കുള്ളൂ, ബാക്കി അവരോട് വീട്ടിൽ കൊണ്ടുപോക്കണം പറഞ്ഞു. അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാറി മാറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ. അവരുടെ വീട്ടിൽ ഇലയുണ്ട് കേട്ടോ, വഴനയില. അപ്പം ഇല എടുത്തപ്പം മാറിപ്പോയി. 2 മരമുണ്ട്, കറുവപ്പട്ടയുണ്ട് വഴനയിലയുണ്ട് കേട്ടോ. അപ്പം എടുത്തുകൊണ്ട് വന്നത് കറുവപ്പട്ടയുടെ ഇലയാണ്, വഴനയിലയായിരുന്നു എടുക്കേണ്ടത്. അതാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ കറുവപ്പട്ടയുടെ ഇലയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഇത് വഴനയിലയായിട്ടാണ് തോന്നിയത്. പിന്നെ മണത്തൊക്കെ നോക്കിയപ്പോഴാണ് കറുവപ്പട്ടയെന്ന് മനസ്സിലായിട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏറ്റവും ടേസ്റ്റ് വഴനയിലയിൽ ഉണ്ടാക്കുന്നതാണ്.